എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ഞാനിന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. പഠന പരിമിതി എന്ന് പറയുന്ന വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് പഠന പരിമിതി? അല്ലെന്നുണ്ടെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പഠന കാര്യത്തിൽ അവർക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ കൂടുതൽ ഗ്രഹിക്കാത്തത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ കളി, ചിരി, തമാശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അവരുടെ ആ വളർച്ചയിൽ മുന്നോട്ടുള്ളതായ ഓരോ ഘട്ടത്തിൽ അവർക്കുണ്ടാകുന്നതായ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് മുന്നോട്ട് ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിൻ്റെ അനുസരിച്ച് അവർക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ അവരുടെ മനസ്സിലത് മനസ്സിലാകുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായോ, എന്തുകൊണ്ടത് മനസ്സിലായില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരോടൊപ്പം പഠിക്കുന്നതായ കൊച്ചു കുഞ്ഞുങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്ന കുട്ടികൾ, ആരുമായിക്കോട്ടെ, അപ്പോൾ അവരോടൊപ്പം തന്നെ അവർ പഠിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലായിടത്തും കാണുന്നതാണ് ചർച്ച. മാതാപിതാക്കളും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അധ്യാപകരും കൂടെ ഒരു ചർച്ചയുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ ഇത് പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം എഴുതി കൊടുത്തിട്ടോ നിങ്ങളുടെ കുഞ്ഞിന് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പഠന കാര്യത്തിൽ അവൻ പിന്നോക്കമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവനത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഗ്രഹിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, അതവൻ്റെ പഠനത്തിൻ്റെ പരിമിതി തന്നെയാണ്. പഠന പരിമിതി എന്ന് പറയും. ആശയങ്ങളെ ഗ്രഹിക്കാനെ കൊണ്ടുള്ള കഴിവില്ലാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാനുള്ള കഴിവില്ലാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി ഉൾക്കൊള്ളാനെ കൊണ്ടുള്ളതായ ഒരു കഴിവില്ലാതിരിക്കുക, അത് മസ്തിഷ്കത്തിനകത്തുണ്ടാകുന്നതായ ഒരു കുറവാണ്, നാഡികളിലുണ്ടാകുന്നതായ ഒരു കുറവാണ്. അത് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് അത് മനസ്സിലാക്കാനെ കൊണ്ടുവെക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഗുണിക്കാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എഴുതാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ടോ കാര്യമില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ അധ്യാപകർ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ അത് മനസ്സിലാക്കണം. ആ കുഞ്ഞിന് എന്താണ് അതിൻ്റെ കുറവ്, എന്തു പറ്റി, എന്താണ് അതിന് മനസ്സിലാകാത്തത്, എന്താണത് ഗ്രഹിക്കാത്തത്, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്താണ് അതിന് മുന്നോട്ടുള്ള പോംവഴി എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ പഠിക്കുന്നതായ ചില കുട്ടികളിൽ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാവും, ആ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ചില കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അവരുടെ അവരുടെ ബ്രെയിനിൽ അത് ഉൾക്കൊള്ളാനെ കൊണ്ടുള്ള ഒരു കഴിവില്ല. അപ്പോൾ അതാണ് അവരിലുള്ള ആ പഠനത്തിൻ്റെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ മാറ്റി നിർത്തുകയല്ല, ചിലപ്പോൾ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന്, അല്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനെ കൊണ്ടുള്ള കഴിവുകളായിരിക്കും ചിലപ്പം കുറവ്. എന്നാൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവനിൽ വേറെ ചില കാര്യങ്ങൾ ചിലപ്പം കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനെ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കാനെ കൊണ്ട് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല, പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയോ, അല്ലെങ്കിൽ അത് ഈ രീതിയിൽ കൊണ്ടുപോകണം, ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അത്യാവശ്യ കാര്യം. അല്ലാതെ അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം തന്നെ നമ്മളാണെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 2 കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ 3 കുട്ടികളുള്ള ഒരു വീട്ടിൽ 2 കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ഒരു കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവന് പഠനത്തിന് കുറച്ച് പിന്നോട്ടാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്.
അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ആ 2 കുട്ടികൾക്ക് ബുക്ക് വാങ്ങിച്ച് ഇവന് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവന് എന്തിന് വെറുതെ പൈസ മുടക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ എന്താണ് മുന്നോട്ട് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അവൻ എന്താണോ പഠിക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ പരിമിതികളെ മറികടക്കാൻ കൊടുക്കും. പഠിക്കുന്ന കാര്യത്തിനകത്ത് പിന്നോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മറ്റുള്ള കഴിവുകളാണുള്ളതെങ്കിൽ ആ കഴിവുകൾക്ക്, അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള കഴിവുകളാണുള്ളതെങ്കിൽ ആ ഫീൽഡിൽ അവന് മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞ് നമ്മളവനെ പഠിപ്പിക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവനെ സ്കൂളിൽ വിടരുത്, അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകർ സ്കൂളിൽ വെച്ച് ആ കുട്ടിയെ മാറ്റി നിർത്തരുത്. അവർക്ക് കഴിയുന്നതായ രീതിയിൽ അവരെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാമോ, അവരെ എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല കുട്ടികളാക്കി കൊണ്ടുവരാമോ, അവർക്ക് ഏത് രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു വലിയ സ്കൂളുകളോ ഇല്ല, കോളേജുകളോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, വളരെ കുറവാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വലിയ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലുള്ളതായ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ടൊക്കത്തില്ല. ആ കുഞ്ഞുങ്ങളുടെ പരിമിതി അനുസരിച്ച് ഏത് രീതിയിൽ എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാനെ കൊണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതായ രീതിയിലൊരു മുന്നോട്ടുള്ള വഴികൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു രീതി വെച്ച് ആ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അവരുടെ പരിമിതികൾ അവർക്ക് എന്താണോ ഏത് രീതിയിലാണോ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാനെ കൊണ്ട് കഴിയുന്ന ആ രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ വിലയുണ്ടാവും. ആ കുഞ്ഞുങ്ങളും മറ്റു കുഞ്ഞുങ്ങളെ പോലെ സമൂഹത്തിൽ മുന്നോട്ട് പോകും. നമ്മൾ തന്നെ കാണുന്നതാണ്, പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പല ജോലി സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിമിതികളെ മറന്നിട്ട് പഠിക്കുന്നതായ, അല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നതായ വ്യക്തികൾ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവർ പഠിച്ചത്, ഏത് രീതിയിലാണ് അവർ എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് അവർ പറയും. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടതായ രീതിയിൽ അവർക്ക് മുന്നോട്ടുള്ളതായ പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു കുഞ്ഞു പോലും ജനിച്ചു വീഴുമ്പോൾ നമുക്ക് അവരുടെ കുറവുകളെ മനസ്സിലാക്കാൻ കൊണ്ട് കഴിയത്തില്ല. അവരുടെ ഓരോ വളർച്ചയിൽ, അവരുടെ ഓരോ മുന്നോട്ടുള്ളതായ പാതയിൽ കൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ കുറവുകളെ, അവരുടെ എന്താണോ അവരുടെ പരിമിതികൾ, അത് മനസ്സിലാക്കാനെ കൊണ്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ പരിമിതികളെ മനസ്സിലാക്കാനെ കൊണ്ട് ഏത് രീതിയിലാണ് നമുക്ക് കഴിയുന്നത്, ആ രീതി നമ്മൾ മുന്നോട്ടെടുക്കണം. ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ അവനെ എത്രമാത്രം അത്രമാത്രം ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അവൻ്റെ പ്രശ്നങ്ങളെ, ആ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ രീതിയിൽ അവന് മുന്നോട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അവൻ്റെ ആ പരിമിതി മാറി അവനെ രക്ഷപ്പെടാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള നല്ല സമയം കണ്ടെത്താനെ കൊണ്ട് സാധിക്കും. അല്ലാതെ ആരും മോശപ്പെട്ടവരായിട്ടല്ല ജനിക്കുന്നത്. എല്ലാവർക്കും ദൈവം ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എഴുതാനെ കൊണ്ട് കഴിവില്ല, അല്ലെന്നുണ്ടെങ്കിൽ വായിക്കാനെ കൊണ്ട് കഴിവില്ല, അല്ലെന്നുണ്ടെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് മറ്റൊരു രീതിയിലുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പരിമിതിയെ മാറ്റി ആ ഏത് ലെവലാണോ എത്തേണ്ടത് ആ ലെവലിൽ എത്താനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മളെന്താണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അവരും സമൂഹത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതായത് മാതാപിതാക്കളാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, ഒപ്പം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ നല്ലൊരു നിലയിലെത്താൻ കൊണ്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.